വചനം 136. ഖൂലു പറയുവിൻ, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു, ബില്ലാഹി അല്ലാഹുവിൽ, വമാ ഉൻസില അവതരിപ്പിക്കപ്പെട്ടതിലും, ഇലൈന ഞങ്ങൾക്ക്, വമാ ഉൻസില ഇറക്കപ്പെട്ടതിലും, ഇലാ ഇബ്രാഹീമ ഇബ്രാഹീമിന്, വ ഇസ്മാഈല ഇസ്മാഈലിനും, വ ഇസ്ഹാഖ ഇസ്ഹാഖിനും, വ യഅ്കൂബ യാക്കൂബിനും, വൽ അസ്ബാത്തി സന്തതികൾക്കും പൗത്രന്മാർക്കും, വമാ ഊത്തിയ കൊടുക്കപ്പെട്ടതിലും, മൂസ വ ഈസ മൂസാക്കും ഈസാക്കും, വമാ ഊത്തിയ കൊടുക്കപ്പെട്ടതിലും, അന്നബിയ്യൂന പ്രവാചകന്മാർക്ക്, മിർ റബ്ബിഹിം അവരുടെ റബ്ബിങ്കൽ നിന്ന്, ലാ നുഫർരിഖു ഞങ്ങൾ വ്യത്യാസം വരുത്തുകയില്ല, വേർപിരിക്കുന്നതല്ല, ബൈന അഹദിൻ ഒരാൾക്കിടയിലും, മിൻഹും അവരിൽ നിന്ന്, വനഹ്നു ഞങ്ങളാകട്ടെ, ലഹു അവന്, മുസ്ലിമൂൻ കീഴൊതുങ്ങിയവരാകുന്നു, മുസ്ലിങ്ങളാകുന്നു. قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. സത്യവിശ്വാസികളെ, നിങ്ങൾ പറയുവിൻ, ഞങ്ങൾ അല്ലാഹുവിലും ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും, ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യാക്കൂബിനും അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കും അവതരിക്കപ്പെട്ടതിലും, മൂസാക്കും ഈസാക്കും നൽകപ്പെട്ടതിലും, പ്രവാചകന്മാർക്ക് തങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നൽകപ്പെട്ടതിലും എല്ലാം വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് ഒരാൾക്കിടയിലും ഞങ്ങൾ വ്യത്യാസം വരുത്തുന്നില്ല. ഞങ്ങൾ അവന് അഥവാ അല്ലാഹുവിന് കീഴൊതുങ്ങിയവരും ആകുന്നു, അഥവാ മുസ്ലിങ്ങളുമാകുന്നു. വചനം 137. ഫഇൻ ആമനു എന്നിട്ട് അവർ വിശ്വസിച്ചില്ലെങ്കിൽ, ബിമിസ്ലിമ യാതൊന്നു പോലെയുള്ളതിൽ, ആമൻതും നിങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, ഫഖദ് എന്നാൽ തീർച്ചയായും, ഇഹ്തദൗ അവർ സന്മാർഗം പ്രാപിച്ചു, വ ഇൻ തവല്ലൗ അവർ തിരിഞ്ഞുകളഞ്ഞുവെങ്കിൽ, ഫഇന്നമാ ഹും എന്നാൽ നിശ്ചയമായും അവർ, ഫീ ശിഖാഖിൻ കക്ഷിപിരിവിൽ തന്നെ, കക്ഷിത്വത്തിൽ തന്നെ, ഫസയക്ഫീകഹും എന്നാൽ വഴിയെ അവൻ അവരെ നിനക്ക് തടുത്തു തരും, അവരോട് നിനക്ക് മതിയായേക്കും, അല്ലാഹു വഹുവ അവൻ തന്നെ, അസ്സമീഉ കേൾക്കുന്നവൻ, അൽ അലീം അറിയുന്നവൻ. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. എന്നിട്ട് നിങ്ങൾ ഏതൊന്നിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അപ്രകാരമുള്ളതിൽ അവരും വിശ്വസിച്ചുവെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചു കഴിഞ്ഞു. അവർ തിരിഞ്ഞുകളയുകയാണെങ്കിലോ നിശ്ചയമായും അവർ കക്ഷിപിരിവിൽ തന്നെയാകുന്നു. എന്നാൽ അവരെ നേരിടുവാൻ നിനക്ക് അല്ലാഹു മതിയാകും. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമത്രേ. വചനം 138. സിബഗത വർണ്ണം നൽകൽ, ചായം കൊടുക്കൽ, അല്ലാഹുവിൻ്റെ, വമൻ ആരാണ്, ആരുണ്ട്, അഹ്സനു അധികം നല്ലവൻ, മിനല്ലാഹി അല്ലാഹുവിനേക്കാൾ, സിബഗത്തൻ വർണ്ണം നൽകലിൽ, ചായം കൊടുക്കലിൽ, വനഹ്നു ഞങ്ങളാവട്ടെ, ലഹു അവന്, ആബിദൂൻ ആരാധിക്കുന്നവരാകുന്നു.
صبغة الله ومن أحسن من الله صبغة ونحن له عابدون. അതെ, അള്ളാഹുവിൻ്റെ വർണ്ണം നൽകൽ അഥവാ അതത്രേ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ആരാണ് വർണ്ണം നൽകുന്നതിൽ അള്ളാഹുവിനേക്കാൾ നല്ലവൻ? ഞങ്ങൾ അവന് തന്നെ ആരാധന ചെയ്യുന്നവരുമാകുന്നു. 136 മുതൽ 138 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നിങ്ങൾ യഹൂദികളോ ക്രിസ്ത്യാനികളോ ആയാൽ നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കുമെന്ന് വേദക്കാർ പറഞ്ഞതിന് അർത്ഥഗർഭവും ചിന്താർഹവും അതോടൊപ്പം അല്പം ഗൗരവ സ്വരത്തിലുള്ളതുമായ ഒരു മറുപടി കഴിഞ്ഞ വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിച്ചു. ഈ വചനങ്ങളിൽ അല്പം ശാന്തവും അതോടൊപ്പം ഇസ്ലാമിക വിശ്വാസവും വേദക്കാരുടെ വിശ്വാസവും തമ്മിലുള്ള മൗലികമായ അന്തരം തുറന്നു കാട്ടുന്നതുമായ ഒരു മറുപടി കൂടി സത്യവിശ്വാസികൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ നിങ്ങളെപ്പോലെ ചില നബിമാരിലും ചില വേദഗ്രന്ഥത്തിലും മാത്രം വിശ്വസിച്ച് ബാക്കിയുള്ളതിൽ അവിശ്വസിക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങളുടെ നിലപാടിതാണ്. ശിർക്കിൻ്റെ കലർപ്പൊന്നുമില്ലാതെ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ആൾ വ്യത്യാസമോ കാലവ്യത്യാസമോ നോക്കാതെ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിമുസ്സലാം എന്നിവരും അവരുടെ സന്തതികളിൽപ്പെട്ടവരുമടക്കം എല്ലാ പ്രവാചകന്മാരിലും അവർക്ക് നൽകപ്പെട്ട എല്ലാ ദിവ്യ സന്ദേശങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്നവരിൽ വിശ്വസിക്കും, ഇന്നവരിൽ വിശ്വസിക്കുകയില്ല എന്നിങ്ങനെയുള്ള പക്ഷഭേദമൊന്നും ഞങ്ങൾക്കില്ല. അതോടുകൂടി അള്ളാഹുവിൻ്റെ എല്ലാ ശാസനകൾക്കും കീഴൊതുങ്ങി ജീവിക്കുന്ന മുസ്ലിങ്ങളുമാണ് ഞങ്ങൾ എന്നൊക്കെയാണ് ആ മറുപടിയുടെ സാരം. തികച്ചും ന്യായയുക്തവും വർഗീയതയോ കക്ഷിത്വമോ തീണ്ടാത്തതുമായ ഈ വിശ്വാസ സിദ്ധാന്തം സ്വീകരിക്കുവാൻ വേദക്കാർ തയ്യാറുണ്ടെങ്കിൽ അവരും സന്മാർഗം പ്രാപിക്കും. ഒരുക്കമില്ലെങ്കിൽ അത് അവരുടെ ചേരിപിരിവും മാത്സര്യവും മാത്രമാണ്. അവരാൽ നേരിട്ടേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകുന്നതാണ്. അവരിൽ നിന്ന് നിങ്ങളെ സഹായിക്കുവാൻ അള്ളാഹു തന്നെ മതി. എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ അവൻ എന്നൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളെയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. സിബത്തു എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് അസ്ബാത്തു. സന്തതികൾ, കുലങ്ങൾ, ഗോത്രങ്ങൾ, പൗത്ര പരമ്പര എന്നൊക്കെയാണിതിന് അർത്ഥം. ഇസ്രായേൽ എന്നുകൂടി പേരുണ്ടായിരുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമയ്ക്ക് 12 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. ഓരോരുത്തരുടെയും സന്താന പരമ്പരകൾക്ക് സിബത്തു എന്ന് പറയപ്പെടുന്നു. അറബികൾ തങ്ങളുടെ ഗോത്രങ്ങൾക്ക് കബീല എന്ന് പറഞ്ഞു വരുന്നതിൻ്റെ സ്ഥാനത്ത് ഇസ്രായേല്യർ സിബത്തു എന്ന് പറയുന്നു. ഇസ്രായേല്യരെ നാം 12 സിബത്തുകളാക്കി ഭാഗിച്ചിട്ടുണ്ട്. വഖത്തഅനാഹും ഇസ്നതൈ അശറത അസ്ബാത്ത എന്ന് 7-ാം അധ്യായം 160-ാം സൂക്തത്തിൽ അള്ളാഹു പ്രസ്താവിച്ചു കാണാം. നബിമാരിൽ വിശ്വസിച്ചു എന്ന് പൊതുവിൽ പറഞ്ഞു മതിയാക്കാതെ ചില നബിമാരുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറയുവാൻ കൽപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാകുന്നു. ആദ്യം ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞു. ഇസ്രായേല്യരുടെയും അറബികളുടെയും വന്യരായ പിതാമഹന്മാരും ഗോത്രപിതാക്കളുമാണല്ലോ അവർ 4 പേരും. തുടർന്നുകൊണ്ട് ഇസ്രായേല്യരിൽ ഉണ്ടായിട്ടുള്ള മറ്റെല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും മൊത്തത്തിൽ വൽ അസ്ബാത്തു അഥവാ സന്തതികൾക്കും എന്നും പറഞ്ഞു. അതിനുശേഷം ഇസ്രായേലികളാകുന്ന യഹൂദികൾ തങ്ങളുടെ പ്രത്യേക പ്രവാചകനായി സ്വീകരിക്കുന്ന ആളെന്ന നിലക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പിന്നീട് ഇസ്രായേല്യരും അല്ലാത്തവരും ഉൾക്കൊള്ളുന്ന ക്രിസ്ത്യാനികൾ അവരുടെ പ്രത്യേക പ്രവാചകനായി സ്വീകരിച്ചു വരുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെയും എടുത്തു പറഞ്ഞിരിക്കുന്നു. അവസാനം ഇവർക്ക് പുറമെ ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലും വമാ ഊത്തിയൻ നബിയൂൻ എന്നും പറഞ്ഞിരിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാർക്കും അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ഇറക്കപ്പെട്ട ഖുർആനിലുള്ള അവരുടെ വിശ്വാസം വിശദ രൂപത്തിൽ തന്നെ ആയിരിക്കേണ്ടതുണ്ട്. അഥവാ അതിലെ ഓരോ വചനത്തിലും അത് ഉൾക്കൊള്ളുന്ന ഓരോ തത്വസിദ്ധാന്തത്തിലും തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുക എന്നതിൻ്റെ ഉദ്ദേശ്യം അവയെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും സത്യമാണെന്നും മൊത്തത്തിൽ വിശ്വസിക്കുക എന്നത്രേ. ഖുർആനെപ്പോലെ വിശദമായ വിശ്വാസം അവയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലല്ലോ. കാരണം അവയിൽ പലതും തീരെ അജ്ഞാതമായി പോയിരിക്കുന്നു. ചിലതിൽ മാറ്റത്തിരുത്തലും കൈക്കടത്തലും വന്നുപോയത് നിമിത്തം യഥാർത്ഥത്തിലുള്ളത് ഏതാണെന്ന് തിരിച്ചറിയുവാൻ സാധ്യമല്ലാതെയും വന്നിരിക്കുന്നു. എന്നാലും അവയിൽ ഖുർആനോട് ശരിക്കും യോജിച്ച് കാണുന്ന ഭാഗം സത്യമെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് താനും. ഖുർആന്റെ പ്രസ്താവനയ്ക്ക് വ്യക്തമായും എതിരായി കാണുന്ന ഭാഗം നിരസിക്കുകയല്ലാതെ നിവൃത്തിയുമില്ല. രണ്ടും കൽപ്പിക്കുവാൻ വയ്യാത്ത ഭാഗത്തെപ്പറ്റി
തൗറാത്തും ഇഞ്ചീലും അടങ്ങിയതെന്ന് പറയപ്പെടുന്ന ഇന്നത്തെ ബൈബിളിലെ അധിക ഭാഗവും ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് താനും മൗനം അവലംബിക്കുവാനേ നിവൃത്തിയുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി റഹിമഹുള്ള ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു: ഹീബ്രു ഭാഷയിൽ നിന്ന് വേദക്കാർ തൗറാത്ത് വായിച്ച് മുസ്ലിങ്ങൾക്ക് അറബി ഭാഷയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ വേദക്കാരെ സത്യമാക്കുകയും അവരെ വ്യാജമാക്കുകയും ചെയ്യരുത്. അള്ളാഹുവിലും അള്ളാഹു അവതരിപ്പിച്ചതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുവീൻ. സത്യവിശ്വാസികൾ അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് എങ്ങനെയെന്ന് 136 വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടി. ആ പ്രഖ്യാപനത്തിന് വേദക്കാരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളെ സംബന്ധിച്ചുള്ള അള്ളാഹുവിൻ്റെ മറുപടി 137 വചനത്തിലും പ്രസ്താവിച്ചു. അതിനുശേഷം ആ വിശ്വാസ പ്രഖ്യാപനത്തിന് ആസ്പദമായ ഒരു തത്വം വിവരിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് 138 വചനം നിലകൊള്ളുന്നത്. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വിശദാംശങ്ങളിൽ അല്പമൊക്കെ വ്യത്യാസങ്ങൾ കാണാമെങ്കിലും മഹാന്മാരായ പല ഖുർആൻ വ്യാഖ്യാതാക്കളും പ്രസ്താവിച്ചിട്ടുള്ളതിൻ്റെ ആകെ സാരം ഇതാകുന്നു: വേദക്കാരായ നിങ്ങൾ നടത്താറുള്ള സ്നാനകർമ്മം വഴി ആളുകൾക്ക് ജൂതവർണ്ണവും ക്രിസ്തീയ വർണ്ണവും നൽകി ജാതി തിരിക്കലാണല്ലോ നിങ്ങളുടെ പതിവ്. ഞങ്ങൾ യഹൂദികളോ ക്രിസ്ത്യാനികളോ ആയാൽ ഞങ്ങൾ നേർമാർഗത്തിലാകുമെന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം ആ വർണ്ണം നൽകി ജാതി തിരിക്കലല്ലാതെ മറ്റൊന്നുമാകയില്ല. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പോലെയുള്ള ചില ചടങ്ങുകൾ വഴി സ്വീകരിച്ച വർണ്ണമല്ല ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ സ്വീകരിച്ച വർണ്ണം, അതെ, ഞങ്ങളുടെ മതം മനുഷ്യ പ്രകൃതിക്കനുയോജ്യമായി അള്ളാഹു അംഗീകരിച്ചു തന്ന ഇസ്ലാമികമാകുന്ന വർണ്ണമാകുന്നു. അള്ളാഹുവിനേക്കാൾ നന്നായി വർണ്ണം നൽകുവാൻ ആർക്കാണ് കഴിയുക? ഞങ്ങൾ ആരാധിക്കുന്നത് അവനെ മാത്രമാണു താനും. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയും സ്വീകരിച്ചിരുന്ന വർണ്ണം അഥവാ മതം. അല്ലാതെ നിങ്ങളെപ്പോലെ സ്നാനജലം കൊണ്ട് വർണ്ണം നൽകി ജാതി തിരിക്കുന്ന മതമായിരുന്നില്ല അദ്ദേഹത്തിൻ്റേത്. അള്ളാഹു നൽകിയ വർണ്ണം അഥവാ സിബഗത്തുള്ള കൊണ്ട് വിവക്ഷ അവൻ്റെ മതമായ ഇസ്ലാമാണെന്ന് മേൽ വിവരിച്ചതിൽ നിന്ന് മനസ്സിലായല്ലോ. അള്ളാഹു നൽകിയ പ്രകൃതി ഫിത്രത്തുള്ളയാണ് അതുകൊണ്ട് ഉദ്ദേശമെന്നും പറയപ്പെടാറുണ്ട്. ഇതിൻ്റെയും താൽപ്പര്യം മനുഷ്യന് അള്ളാഹു നൽകിയ പ്രകൃതി അഥവാ ആ പ്രകൃതിക്കനുസരിച്ച നടപടിക്രമം എന്ന് തന്നെയാകുന്നു. ഇസ്ലാം മതത്തെക്കുറിച്ച് ദീനുൽ ഫിത്ര അഥവാ പ്രകൃതി മതം എന്നും മനുഷ്യൻ്റെ യഥാർത്ഥ പ്രകൃതിക്കൊത്ത മതം എന്ന ഉദ്ദേശത്തിൽ ഫിത്രത്തുൽ ഇസ്ലാം ഇസ്ലാമാകുന്ന പ്രകൃതി എന്നുമൊക്കെ പറയപ്പെടുന്നതും ഇതനുസരിച്ചു തന്നെ. ഇസ്ലാം മതം മനുഷ്യമതമായി അംഗീകരിച്ചതിനെപ്പറ്റി വർണ്ണം നൽകുക അഥവാ സ്വിബഗത്ത് എന്ന് ഉപയോഗിച്ചത് തങ്ങളുടെ മതത്തിൽ ഒരാൾക്ക് ഔപചാരികമായ അംഗത്വം നൽകുന്നതിന് വേണ്ടി വേദക്കാർ ചെയ്യാറുള്ള ഒരു ചടങ്ങിനോട് കിടയൊപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമത്രേ. ഇതിന് അറബി സാഹിത്യത്തിൽ മുഷാക്കലത്ത് എന്ന് പറയുന്നു. ഇബ്നു ജരീർ റഹിമഹുള്ള പറയുകയാണ്, ഇവിടെ വർണ്ണം നൽകൽ കൊണ്ട് വിവക്ഷ ഇസ്ലാമിൻ്റെ വർണ്ണം നൽകലാണ്. ക്രിസ്ത്യാനികൾ അവരുടെ കുട്ടികളെ ക്രിസ്ത്യാനികളാക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ അവരുടെ ഒരു പ്രത്യേകതരം വെള്ളത്തിൽ അവരെ മുക്കുമായിരുന്നു. മുസ്ലിങ്ങളുടെ ജനാബത്ത് കുളി അഥവാ വലിയ അശുദ്ധിയിൽ നിന്നുള്ള കുളി പോലെയുള്ള ഒരു തരം ശുദ്ധീകരണമാണിതെന്ന് അവർ പറയുന്നു. ക്രിസ്ത്യാനിസത്തിലുള്ള ഒരു വർണ്ണം നൽകൽ ചടങ്ങാണത്. ഇതുപോലെ വേറെ ചില വ്യാഖ്യാതാക്കളും പറഞ്ഞു കാണാം. ഈ സ്നാനത്തിന് ഉപയോഗിച്ചു വന്നിരുന്നത് മഞ്ഞ വർണ്ണത്തിലുള്ള ഒരു തരം വെള്ളമായിരുന്നുവെന്നും അതുകൊണ്ടാണ് അതിന് ചായം അഥവാ വർണ്ണം കൊടുക്കൽ എന്നർത്ഥമായ സ്വിബഗത്ത് എന്ന പേർ വന്നതെന്നും പറയപ്പെടുന്നു. അല്ലാഹു അഅലം. യഹൂദികളും ക്രിസ്ത്യാനികളുമാകുന്ന വേദക്കാരെ അഭിമുഖീകരിച്ചുകൊണ്ടാണല്ലോ ഈ വചനങ്ങളുള്ളത്. ആ നിലക്ക് ചില വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നത് പോലെ ആ രണ്ടു കൂട്ടരുടെയും ഇടയിൽ നടപ്പുള്ളതല്ലാത്ത അഥവാ ക്രിസ്ത്യാനികളിൽ മാത്രം നടപ്പുള്ള ഒരു കർമ്മത്തെ ആസ്പദമാക്കി ഉപയോഗിച്ചതായിരിക്കും ആ വാക്ക് അഥവാ സ്വിബഗത്ത് എന്ന് വെക്കുവാൻ ന്യായം കാണുന്നില്ല. രണ്ടു കൂട്ടരുടെ ഇടയിലും നടപ്പിലുണ്ടായിരുന്ന ഏതെങ്കിലും വർണ്ണം കൊടുക്കൽ കർമ്മത്തെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം ആ വാക്ക് എന്ന് വെക്കുവാനാണ് ന്യായം കാണുന്നത്. അള്ളാഹുവിനറിയാം. ബൈബിൾ പരിശോധിക്കുമ്പോഴും രണ്ടു കൂട്ടരിലും ഓരോ തരത്തിലുള്ള സ്നാന സമ്പ്രദായം നടപ്പിലുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാകുന്നതും. അടിക്കുറിപ്പ്: ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നുമുള്ള ഉദ്ധരണികളെ അടിസ്ഥാനമാക്കി ഈ സ്നാനത്തെപ്പറ്റി വേദപുസ്തക നിഘണ്ടുവിൽ ഒരു നീണ്ട വിവരണം നൽകി കാണാം. പിൽക്കാലക്കാരായ യഹൂദികളിലും ചില സ്നാന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ശേഷം ക്രിസ്ത്യാനികളിലും പലതരം സ്നാനങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും അതിൽ നിന്ന് വ്യക്തമാകുന്നു. അതിലെ ചുരുക്കം ചില വാക്യങ്ങൾ ഉദ്ധരിക്കാം. 1. ക്രിസ്തുവിന് ഏകദേശം 250 കൊല്ലം മുമ്പ് എഴുതിയ ഒരു ഗ്രന്ഥത്തിലാണ് സ്നാനം അഥവാ സ്നാനം കഴിക്കൽ എന്നീ അർത്ഥമുള്ള പദങ്ങൾ ആദ്യമായി കാണുന്നത്. 2. ബാപ്റ്റിസൈൻ എന്ന പദം യഹൂദാചാര പ്രകാരമുള്ള ശുദ്ധീകരണത്തെ കുറിക്കുന്നു. 3. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ സ്നാനം കഴിപ്പിച്ചവർ അതിന് ബാപ്റ്റിസം എന്ന പേർ പറഞ്ഞുകൊണ്ടാണ് ക്രിസ്ത്യാനികളും ആ പേർ സ്വീകരിച്ചു.
4. ഏതായാലും ആദ്യം ഇത് യഹൂദികളുടെ ശുദ്ധീകരണത്തെ മാത്രം കുറിക്കുന്നതായിരുന്നു. 5. ക്രൈസ്തവ സ്നാനം ആത്മീയമാണ്. യേശുവിൻ്റെ ശേഷമാണിത് നടപ്പിലായത്. 6. പുതിയ നിയമത്തിൽ സ്നാനത്തിൻ്റെ വിധം വിശദമാക്കിയിട്ടില്ല. അതിൽ ഭിന്നാഭിപ്രായമാണുള്ളത്. 7. ജ്ഞാന സ്നാനം, മരിച്ചവനെ തൊട്ട് അശുദ്ധനായവൻ്റെ ശുദ്ധീകരണം, മാനസാന്തര സ്നാനം, ശിശുസ്നാനം എന്നിങ്ങനെ സ്നാനങ്ങൾ പലതുമുണ്ട്. വേദപുസ്തക നിഘണ്ടു സ്നാനം എന്ന ശീർഷകം നോക്കുക.